ചെയ്യുന്ന? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങള് ഈ പൂച്ചകളുടെ ശേഷം ഞങ്ങൾ ആർട്ട് ഗാലറിയിലേക്ക് പോവാണ്, ആർട്ട് എക്സിബിഷൻ പോവാം. അപ്പൊ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ഒരു ജാക്കറ്റ് ഇടാന്ന് പറഞ്ഞു. ബിച്ചു ഫാഷൻ ഡിസൈനർ ആയിട്ടുണ്ട്. ബിച്ചുവിന്റെ ആണ് ഇതെല്ലാം. ബിച്ചുവിന്റെ മാനുഫാക്ചറാണ്, ഐഡിയ ആണ്, ആർട്ടാണ്. ലോഗോ BAD ബോസ് ആർട്സ് ആൻഡ് ഡിസൈൻസ്. ഹാൻഡ് പെയിന്റിംഗ് ആണ്. ഹാൻഡ് പെയിന്റിംഗ് ആ? യെസ്. ഓ മൈ ഗോഡ്, ഇത് ബിച്ചു ഹാൻഡ് പെയിന്റ് ചെയ്തതാ ഗയ്സ്. ലെതർ പെയിന്റ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുണ്ട്, രക്ഷയില്ല, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടൊരു ഷർട്ട് അടിച്ചിട്ടാ. നീ എന്താന്നല്ല, ഞാൻ ഫസ്റ്റ് തന്നെ അതിൽ കണ്ടു. ഇട്ടോക്കുന്നുണ്ടെങ്കിൽ ഇട്ടോക്കിക്കോ. എന്ത് രസാലേ. You wanna try? Yeah, I wanna try. Let's try. ഇത് ഊരാനാണ് പറഞ്ഞത്. ഇപ്പൊ നിന്റെ കമ്മലിന് ഇതിനൊക്കെ നല്ല മാച്ചായി. ഇത് നമുക്ക് ഇതിടാം. ഓക്കെ. എന്ത് രസാലേ. ഇത് ബിച്ചു ഹാൻഡ് എംബ്രോയിഡറി ആണത്. ബിച്ചു കൈകൊണ്ട് നെയ്ത ഒരു ഡിസൈനർ ഡ്രസ്സാണ്. ഞാൻ ഡിസൈൻ ഡ്രസ്സൊക്കെ ഇട്ടേക്കണം. ഇപ്പൊ ഞാൻ ഇതിന് വില വയ്ക്കുകയാണെങ്കിൽ ഒരു $5,000 അത്രയും വരുമോ? എത്ര ഡോളറാ അറിയില്ല, ഞാൻ എനിക്ക് വേണ്ടി ചെയ്തല്ലേ. $5,000 ഞാൻ വിൽക്കും. ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. ഇതിന്റെ ക്വാളിറ്റി എല്ലാം കൊണ്ടും നമുക്ക് സിംഗപ്പൂരാണെങ്കിൽ പിന്നെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് നല്ല വിലയാണ്. കളേഴ്സിൽ വലിയ പിടുത്തമുള്ളത് കാണിച്ചു തരുന്നു. കുറെ വർക്ക് ഉണ്ട് ഇതില്. ഇതാണ് കുക്കുചാട്ടിട്ട ഷർട്ട്. എന്റെ ഡാൻസ് മാസ്റ്ററും ഇവന്റെ അടുത്തുനിന്ന് കോസ്റ്റ്യൂം മേടിച്ചിട്ടുണ്ട് ചേട്ടൻ, കേസ്കോട് ദുബായിന്ന്. അപ്പൊ ചേട്ടിട്ട ഷർട്ട്. ഞാൻ ഈ ഡ്രസ്സ് എനിക്ക് വേണ്ടിട്ട് ഇവിടെ ഇരുന്നതാ അല്ലേ. ഞാനിപ്പോ ഇന്ന് ഇതിട്ടു. ആക്ച്വലി എന്റെ അടുത്ത് വൈറ്റ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. പൂച്ചയായിട്ടുണ്ട്, രോമം മേത്തുണ്ടാവും, അപ്പൊ ബ്ലാക്ക് ഇടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യുന്ന വൈറ്റ്, അങ്ങനെ ഒരു വൈറ്റ് ടോപ്പ് ഇട്ടപ്പോ ഞാൻ അതിന് ചേർന്ന ഓർണമെന്റ്സ് എടുത്തതാ. പക്ഷെ ഞാൻ അത് ഇടാനും ഉണ്ടോ, അത് നോക്ക് നിങ്ങള്, ലിറ്ററലി ഭയങ്കര മാച്ചിങ് അല്ലേ. ഇതിടാനും അതിങ്ങനെ ഹാപ്പൻ ചെയ്തു. ഇത് സംഭവിച്ചത് എനിക്ക് വേണ്ടി പെട്ടിയിലിരുന്നു. ഞാൻ ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നു. കറക്റ്റ് സെറ്റ്. നമ്മളൊന്നും പ്ലാൻ ചെയ്യാതെ തന്നെ അതിങ്ങനെ കറങ്ങി സെറ്റ് ആയിട്ട്. ഞങ്ങള് ആർട്ട് ഗാലറി പോകാൻ വേണ്ടി. ഓ, നമ്മള് വൈറ്റ് ആൻഡ് വൈറ്റ് ആണല്ലേ ഒരു കണക്കിന് പറയാം. ബിച്ചുവിന്റെ പാന്റ് ആണ് ഏറ്റവും അടിപൊളി. ഷൂ നോക്കിയേ. ശരി, മാലയൊക്കെ കണ്ടോ? ഞങ്ങളിനി ഭക്ഷണം കഴിച്ചിട്ട് ആക്കിയാണ്. ഇപ്പൊ ഭക്ഷണം കഴിക്കണോട്ട് സോ നമ്മൾ ബസ് വന്നു. മറ്റേലൊന്നല്ലേ സാധയിലെടുക്കുന്നത്. നമ്മള് മറ്റേ കാര്യം സെറ്റ് ആവട്ടെ. സ്റ്റേഷൻ ലീഗലായിട്ട് നടക്കുന്ന സ്ട്രീറ്റിൽ കൂടെ നമ്മൾ ഫസ്റ്റ് ഒന്നും കാണില്ലല്ലോ. അവിടെ കാണില്ല. എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് പോരുന്ന റിസ്ട്രിക്ട് ചെയ്ത സ്ഥലത്തേക്ക് ഞാൻ പാരൻസ് അതൊക്കെ പണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാമല്ലോ, ലൈക്ക് ഡേഞ്ചറസ് ആയിട്ട് എന്താ പോരുത് അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിവൊന്നല്ലോ. ഞാനൊരു 5ാം ക്ലാസ്സിൽ വരുന്നപ്പോൾ എന്താ ടെമ്പിൾ മോസ്ക് ചർച്ച് വിസിറ്റ് എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് പോയതാണ്. അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ടുണ്ട്. മറ്റേ ഫുൾ പർദ്ദ ഡ്രസ്സൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചൊക്കെ കയറിയിട്ടുണ്ട്. എനിക്കത് ഓർമ്മ വന്നു. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് വന്നത്. ഞങ്ങൾ സ്കൂളിൽ ഇങ്ങനെ പിള്ളേരെ ക്യൂ അപ്പ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇല്ല.
എന്റെ വിചാരം നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് മോസ്കിൽ കയറി പ്രാർത്ഥിക്കാന്നാ. പക്ഷെ ഇവിടെ മാത്രം അങ്ങനെ പറ്റുള്ളൂ. ചായ ആണോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഞങ്ങളെ ഇഷ്ടമല്ല. എന്റെ അടുത്ത് ചോദിക്കും നീക്ക് എന്ത് മലയാളിയാണ് ചായ കുടിക്കാൻ? ഇങ്ങനത്തെ ഷോപ്സ് ഈ ഷോപ്പല്ല, ഭയങ്കര വലുതാ. പക്ഷെ ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. ഷോപ്പ് നല്ല വലിയ ഷോപ്പ്, ഉള്ളിലേക്ക് ഇങ്ങനെ പോകും. ഡാൻസ് കളിക്കോ? സോഷ്യൽ ഓക്കോട്ടസ് പേരുണ്ടോ? ഇവിടെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുക, ഒരു ആർട്ട് വർക്ക് ഭിത്തിയിൽ. സോ ബിച്ചുവിൻ്റെ ഫ്രണ്ടാണ് ബിച്ചു ഇതിൽ വരയ്ക്കുന്നുണ്ട്. ബിച്ചു അതിൻ്റെ അപ്പുറത്ത് വരയ്ക്കും. Hello. Nice to meet you. My hands a bit dirty. It's okay. Chris, nice. What's up, bro? Slowly lah. At first I thought this was like, you're gonna already print something because of the symmetry. Yes. I'm okay, bro. Thank you so much, man. ഫൈനലി ഇറങ്ങാം. സോ നമുക്കിപ്പോൾ ടാറ്റ തന്ന ആളുടെ വർക്കാണ് ഈ കാണുന്നത്. ചൈനീസ് ന്യൂ ഇയർ വരാണ്. ചൈനീസ് ന്യൂ ഇയറിന് മുന്നേ ഇപ്പോൾ ലൈറ്റ് പോണതിന് മുന്നേ അടിച്ചു തീർക്കുകയാണ്. സോ ആളടുത്ത് താഴെ വന്ന് ഹായ് പറയുന്ന സമയമില്ല. ഹോഴ്സിൻ്റെ ഫേസ് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഇയർ ഹോഴ്സ് ഇയറും കണ്ട, അപ്പോൾ അതായിരിക്കും ഹോഴ്സ് ഇയറിന്. நான் வந்து இவன் சூஸ் பண்ணணுமா அது மேகி சூஸ் பண்ணணுமா? அப்படி கேக்குறீங்களா? மேகி நல்லா இருக்கும். ஃபர்ஸ்ட் ட்ரை பண்ணலாம். உங்களோட டிஃபரண்ட் ட்ரை பண்ணலாம். பார்த்தா லாஸ்ட் டைம் ஐயமோ வர்க் ஆன சுத்தமா மேகி கோல்ஸ் இல்ல. DJ Pocket 3 and I got my ice cream Horlicks. I got my Coke. ഈ കോക്കൊക്കെ എപ്പോഴാവോ? എനിക്ക് കോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കോക്കായ കുടിക്കും. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതൊന്നുമല്ല. ഇത് താങ്ക് യു മാഗി പറയുന്നത് ഇതെനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഹോർലിക്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഹോർലിക്സ് ഇഷ്ടമാണെങ്കിൽ അമ്മ കുടിക്കും. ഇല്ല, എനിക്ക് അമ്മേനെ മിസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ ഐസ് മൈൽ ഓർഡർ ചെയ്യാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐസ് മൈൽ.
എൻ്റെ പെപ്പയ്ക്ക് കൊക്കക്കോള ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പപ്പയ്ക്ക് വേണ്ടി ഞാൻ കൊക്കക്കോള. നല്ല ഹോട്ട് മാഗി ഗോറിങ് സീ ഫുഡ്. അടിപൊളി. കഴിഞ്ഞോണ്ട് മാഗി ഗോറിങ് കഴിച്ചിട്ട് ഫ്ലോപ്പായിരുന്നു. ரொம்ப நல்லா இருக்கு. ഇഷ്ടമല്ല. നമുക്ക് ഫുഡ് സ്വിച്ച് ചെയ്യാം. എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഫുഡ് കഴിക്കാൻ പോകണം. ബാക്കി ഞാൻ ഇവൻ മേടിച്ചു തന്നെ മേടിക്കാതിരുന്നത്. സോ ഞങ്ങൾ ആർട്ട് എക്സിബിഷൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് ദിസ് ഇസ് ദ വൺ. ക്ലോത്ത്സ് ആണല്ലോ. ക്ലോത്ത്സിൻ്റെ ആയിരുന്നോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇതടിപൊളിയുണ്ട്. ഓരോ കളേഴ്സ് വരുമ്പേ കണ്ട റെപ്രസെന്റ് ഇങ്ങനെ എന്താ ഇതാണ് വേൾഡ് എന്ന് കൈ കാണിച്ച് റെപ്രസെന്റ് ചെയ്യണമല്ലോ. ചന്ദനത്തിരി കത്തിച്ച് നമ്മളെ പറ്റിക്കണം. നല്ല ചന്ദനത്തിരി കറങ്ങ. ഇത് അടിപൊളിയുണ്ട്. ഈ നീല കാരണം അത് കുറേ പേര്. ഹലോ ഹായ് തലയിലെ ഹെഡ്ലൈറ്റ് ഒക്കെ വെച്ച് ഭയങ്കര നമ്മൾ സത്യം പറഞ്ഞ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ നമുക്ക് ബൈ പറയാം. The 31st is the actual festival. Oh. So you guys should come. I told him already lah, so he knows lah. 31st Alaska. Yeah. There's like a whole it becomes more alive. Thank you. See you. I'll text you. ഇപ്പം നമ്മൾ കണ്ടത് സത്യം പറഞ്ഞാൽ ഇനാഗ്രേഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് പോയിട്ട് പ്രിപ്പറേഷൻ ആണ്. 31st ജാനുവരിയിലാണ് മൊത്തം. അപ്പം നമുക്ക് 31st ജാനുവരി ഒന്നുകൂടി വരും. അത് നടപടിയോളൂ. അപ്പം ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം തീർന്ന് അവിടെയും കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പിന്നെ ലൈറ്റ് ടു നൈറ്റ് ഷോയും അപ്പം എല്ലാം സെറ്റാക്കാം. ഗ്രേഡിയൻസ് ഒക്കെ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കളർ ഫെയ്ഡ്. ഇവര് ഈ സ്പ്രേ പെയിന്റിൽ പെട്രോളിയം ഗ്യാസ് ഉണ്ട്, എന്തോ കെമിക്കൽ ഉണ്ട്. അപ്പം അത് ശ്വസിക്കുന്നത് കൊള്ളില്ല. അപ്പം അവര് മാസ്ക് ഒക്കെ ഇട്ടാണ് അവര് വർക്ക് ചെയ്യണം. ഞങ്ങൾ തിരിച്ച് പെറ്റ്സിന്റെ വീട്ടിൽ പോവാൻ ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ ബസ്സിൽ പോകാൻ പറയുന്ന സമയം $11 ഉള്ളോ? കൊളുത്തുന്നില്ല. ടാക്സി കിട്ടാത്തന്നെ പറയണേ കൊളുത്തുന്നില്ല. എന്നിട്ടെന്താണ് ഞങ്ങള് വരാത്തെ? കളർ ബെൻസ്
എന്റെ ബാഗും നോക്കി നടക്കാം. ഞാനേ ഇവൻ കിട്ടിന്ന് പറഞ്ഞപ്പോ ഞാൻ ബസ്സിലേക്ക് ഓടിക്കറാൻ നോക്കി. ടാക്സി കിട്ടിയതാ. ടാക്സി വന്നു. താങ്ക് യു. പ്രിൻസസ് ട്രീറ്റ്മെന്റ്.